മുതിർന്ന CPI നേതാവ് EB ബർദൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ദില്ലിയിലെ GB പന്ത് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1996 മുതൽ 2012 വരെ 16 വർഷം CPI ജനറൽ സെക്രട്ടറിയായിരുന്നു. നാളെ ദില്ലി അജോയ് ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ദില്ലിയിൽ തിങ്കളാഴ്ചയാണ് സംസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാക്കളിൽ ഏവരുടെയും ആദരവേറ്റുവാങ്ങിയ നേതാവായിരുന്നു EB ബർദൻ. സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും ഒരുപോലെ നേതൃപാടവം തെളിയിച്ച ബർദൻ എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ആവേശവും ആശ്രയവുമായിരുന്നു. അർജേന്ദർ ഭൂഷൺ ബർദൻ 1924 സെപ്റ്റംബർ 24 പഴയ ബംഗാൾ പ്രസിഡൻസിലെ സിലിഘട്ടിൽ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വികാരമായിരുന്നതല്ലാതെ രാഷ്ട്രീയ രൂപം ആർജിച്ചിരുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ കോൺഗ്രസ് കാൺപൂരിൽ സംഭവിച്ചത്. പിന്നീട് 1939 പാർട്ടിക്ക് ഔദ്യോഗികമായി സംഘടനാ രൂപം വരുമ്പോൾ ബർദൻ സ്കൂളിൽ AISFന്റെ കൊടിപിടിച്ച നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ചരിത്രഘട്ടങ്ങളിലൂടെ വളർന്നു പന്തലിച്ച് 1957 കേരളത്തിൽ ഒരു ലോക സംഭവമായി അധികാരമേൽക്കുന്ന അതേ വർഷം തന്നെയാണ് EB ബർദൻ എന്ന കമ്മ്യൂണിസ്റ്റ് യുവാവും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയത്. 57 മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ബർദൻ നാഗ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ബർദന്റെ ആദ്യത്തെയും അവസാനത്തെയും തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു നാഗ്പൂരിലേത്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നാഗ്പൂരുകാരനായ ബർദന് അക്കാലത്ത് മഹാരാഷ്ട്രയിലെ തൊഴിലാളി പോരാട്ടങ്ങളിലെ വടവൃക്ഷമായ യശ് ഡാംഗെയായിരുന്നു വഴികാട്ടി. നാഗ്പൂർ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയ ബർദൻ പാർട്ടിയുടെ 2ാം തലമുറയിൽ അവശേഷിക്കുന്ന തലയെടുപ്പുള്ള നേതാവാണ്. സർവകലാശാലയിൽ നിന്ന് സംയുക്ത മഹാരാഷ്ട്ര സമര മുന്നണിയുടെ തീച്ചൂളയിലേക്കാണ് ബർദൻ ഇറങ്ങിത്തിരിച്ചത്. തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിനിടെ 3.5 വർഷം ജയിലിലും അത്രയും വർഷം തന്നെ ഒളിവിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് ബർദൻ. എല്ലാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും പരാജയമായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് പ്രവർത്തനവും മുന്നണി രാഷ്ട്രീയവും ബർദന്റെ കർമ്മകുശലതയിലൂടെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനത്ത് ഏകോപിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും ബർദൻ 1990 തൊട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ കാലം തൊട്ട്. പിന്നീട് ഇന്ദ്രജിത്ത് ഗുപ്തയ്ക്ക് ശേഷം 1996 ബർദൻ ഉജ്ജ്വലമായൊരു ചരിത്ര പാരമ്പര്യമുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ടത്. 90കളിൽ പാർലമെന്റിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യം 2000 ആകുമ്പോഴേക്കും ശോഷിച്ചുവെങ്കിലും രാഷ്ട്രീയ അടവ് നയങ്ങളിലൂടെ പാർട്ടിയുടെ ദേശീയ മുഖമായി തന്നെ ബർദൻ വേറിട്ടു നിന്നു. 2007 പ്രതിഭാദേവി സിംഗ് പാട്ടീലിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് EB ബർദനായിരുന്നു. ആണവ കരാറിന്റെ കാലത്തും രാഷ്ട്രീയത്തിലും പാർട്ടി രാഷ്ട്രീയത്തിലും ധീരമായി ഇടപെട്ട് ബർദൻ ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ആവർത്തിച്ച് അടയാളപ്പെടുത്തി. സ്വന്തം സ്വഭാവശൈലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് വിപ്ലവം നടത്താനാവില്ലെന്ന് ഒരിക്കൽ ബർദൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതുകൊണ്ടാകണം ശൈലിയിലും ഭാഷയിലും ബർദൻ എപ്പോഴും പ്രക്ഷോഭിയും പരുക്കനുമായിരുന്നു. പക്ഷെ നിലപാടുകളിൽ ആ ആജ്ഞാശക്തി എപ്പോഴും പ്രശോഭിച്ചു നിന്നു. അപ്പോഴും രാഷ്ട്രീയത്തിൽ തലമുറകൾ മാറി വരുന്നത് ഏറെ ശ്രദ്ധയോടെയും സന്തോഷത്തോടെയും തിരിച്ചറിഞ്ഞ അപൂർവം പഴയ നേതാക്കളിൽ ഒരാളായിരുന്നു ബർദനെന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. തീർച്ചയായും പ്രൗഢമാണ് ആ ജീവിതം. ന്യൂസ് ഡെസ്ക്. ഇറാന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കെ തീവ്രവാദ കുറ്റത്തിന് 47 പേർക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ സൗദി അറേബ്യ നടപ്പാക്കി. തദ്ദേശീയരെയും സുരക്ഷാ സേനയെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തിയ കേസുകളിൽ പിടിയിലായവരെയാണ് വധിച്ചത്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. തീവ്രവാദ കുറ്റത്തിന് പിടിയിലായ 47 പേരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ ഇറാന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടയിലാണ് സൗദിയുടെ നടപടി. ഭീകരാക്രമണ കുറ്റത്തിന് പിടിയിലായവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായവർ. സൗദിയിൽ സർക്കാർ കെട്ടിടങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുകയും തദ്ദേശീയർക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത കേസിൽ പിടിയിലായവരെയാണ് ശിരച്ഛേദം ചെയ്തത്. 2003 2006 ഇടയിൽ അൽ-ഖ്വയ്ദ നടത്തിയ ആക്രമണങ്ങളിൽ പങ്കാളികളായവരാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. കൂടുതൽ പേരും സൗദി പൗരന്മാരാണ്. മറ്റുള്ളവർ ഇറാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും. പ്രമുഖ ഷിയ പണ്ഡിതൻ നിമർ അൽ നിമറും ശിക്ഷിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിമറിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിലാണ് ഇറാൻ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നത്. വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കവുമായി സൗദി മുന്നോട്ടു പോവുകയാണെങ്കിൽ വൻ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണി. ഇതെല്ലാം അവഗണിച്ചാണ് രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാക്കിയ ഭീകരരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയതിന് നിമറിന്റെ വധശിക്ഷ സൗദി ശരിവച്ചത്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഫാരിസ് അൽ സഹറാനി 2004 മുതൽ കസ്റ്റഡിയിലായിരുന്നു.
2015 151 പേരെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി അംനേസ്റ്റി സ്ഥിരീകരിച്ചു. മയക്കുമരുന്ന് കേസിൽ വധശിക്ഷ നടപ്പാക്കിയ 63 പേരിൽ 45 പേരും വിദേശികളാണ്. 20 വർഷത്തിനിടെ വധശിക്ഷ നടപ്പാക്കുന്ന ഏറ്റവും കൂടിയ എണ്ണമാണിത്. 1995 ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊന്നത്. അന്ന് 192 പേരെയാണ് വധശിക്ഷ നടപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക്. യുഎഇയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ. ഏകീകൃത തൊഴിൽ കരാർ തൊഴിലുടമ സമർപ്പിച്ചില്ലെങ്കിൽ വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ പെർമിറ്റ് നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്ന് യുഎഇ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. കരാർ പാലിക്കുന്ന തൊഴിലാളിക്ക് 6 മാസ തൊഴിൽ നിരോധനം ഉണ്ടാകില്ല. 14 ദിവസത്തിനകം തൊഴിലുടമകൾ കരാർ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. സ്വദേശി ജീവനക്കാരുടെ എണ്ണം 95% ഉയർത്തുക എന്ന ലക്ഷ്യവുമായി അബുദാബി നഗരസഭ തങ്ങളുടെ ജീവനക്കാരിൽ സ്വദേശികളുടെ ശതമാനം 95-ൽ എത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ലക്ഷ്യമെന്ന് നഗരസഭ അറിയിച്ചു. കഴിഞ്ഞ വർഷം സ്വദേശി ജീവനക്കാരുടെ ശതമാനം 87% എത്തിക്കുന്നതിൽ നഗരസഭ വിജയം കണ്ടെത്തിയിരുന്നു. നഗരസഭയുടെ കീഴിലുള്ള ആകെയുള്ള 2372 ജീവനക്കാരിൽ 2058 പേരും സ്വദേശികളാണ്. വിദേശികളായ തൊഴിലാളികൾ 314 പേർ മാത്രം. ഉന്നത തസ്തികകളിൽ ജോലി ചെയ്യുന്നവരിൽ 94% പേരും സ്വദേശികളാണ്. ഈ ശ്രേണിയിലുള്ള വിദേശികളായ ജോലിക്കാരുടെ എണ്ണം 152. കഴിഞ്ഞ വർഷം 127 സ്വദേശി വനിതകൾ നഗരസഭയിൽ നിയമിതരായിട്ടുണ്ട്. ഈ വർഷത്തെ പൊതു അവധി ദിനങ്ങൾ അബുദാബി സർക്കാർ പ്രഖ്യാപിച്ചു. റംസാൻ, ഹജ്ജ് തുടങ്ങിയവ മാസപ്പിറവി നിലാവ് കാണപ്പെടുന്നതിനെ അടിസ്ഥാനമാക്കിയാകും. രാജ്യത്തെ ഫെഡറൽ മന്ത്രാലയങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ അവധി ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല. ചിരന്തന സാംസ്കാരിക വേദിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ യുഎഇ എക്സ്ചേഞ്ച് ചിരന്തന സാഹിത്യ പുരസ്കാരം 2015 ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ലേഖനത്തിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KM അബ്ബാസിന്റെ ചരിത്ര വിഭ്രാന്തികൾ എന്ന പുസ്തകവും നോവലിൽ എഴുത്തുകാരി ഷെമിയുടെ നടവഴിയിലെ നേരുകൾ എന്ന പുസ്തകവും തെരഞ്ഞെടുക്കപ്പെട്ടു. യുഎഇ പൗരനും കവിയുമായ ഡോക്ടർ ഷിഹാബ് ഖാനും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ KP നുറുദ്ദീൻ എന്നിവർ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹരായി. സൗദിയിലെ അറാറിൽ ഇന്ത്യൻ എംബസി സേവനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയുടെയും VFS ഗ്ലോബലിന്റെയും ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് സേവനങ്ങളും അറ്റസ്റ്റേഷൻ സേവനങ്ങളും നൽകി. അറാർ പ്രവാസി സംഘം പ്രവർത്തകരും മലയാളി സമാജം പ്രവർത്തകരും അറാർ KMCC പ്രവർത്തകരും തമിഴ് സംഘടനാ പ്രവർത്തകരുടെയും സജീവമായ ഹെൽപ്പ് ഡെസ്കും ഉണ്ടായിരുന്നു. ഒക്ടോബർ 14 വീണ്ടും അറാർ സന്ദർശിക്കുമെന്നും ഈ അവസരം എല്ലാ ഇന്ത്യക്കാരും വിനിയോഗിക്കണമെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. പഞ്ചാബിലെ പത്താൻകോട്ടിൽ വ്യോമസേനാ കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം. 5 തീവ്രവാദികളെയും സൈന്യം വധിച്ചു. 3 സൈനികരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ IS എന്ന് പ്രാഥമിക നിഗമനം. സുരക്ഷ വിലയിരുത്താൻ ദില്ലിയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പുലർച്ചെ 3:30 പഞ്ചാബിനെ ഞെട്ടിച്ച് പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രത്തിലേക്ക് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഔദ്യോഗിക വാഹനത്തിൽ സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ 4 തീവ്രവാദികളെ അപ്പോൾ തന്നെ വധിച്ചു. 3 സൈനികർ കൊല്ലപ്പെട്ടു. പിന്നീട് സ്ഥലത്ത് നടത്തിയ തിരച്ചിലിൽ 5ാമത്തെ തീവ്രവാദിയെയും സൈന്യം വധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി SP-യുടെ വാഹനം മോഷണം പോയിരുന്നു. ഇതാകാം തീവ്രവാദികൾ ഉപയോഗിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്ത് മാത്രമാണ് ആക്രമണം നടന്ന പത്താൻകോട്ട് വ്യോമകേന്ദ്രം. IS തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മിഗ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂക്ഷിച്ചിരുന്ന പത്താൻകോട്ടിലെ കേന്ദ്രം സുരക്ഷിതമാണെന്ന് സൈന്യം അറിയിച്ചു. ആക്രമണം ആസൂത്രണം ചെയ്ത് പാകിസ്ഥാനിലാണ്. തീവ്രവാദികൾ ആക്രമണത്തിന്റെ തലേന്ന് പാകിസ്ഥാനിലേക്ക് 4 തവണ ഫോൺ ചെയ്തതിന്റെ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലെ ആക്രമണത്തെ ഇന്ത്യ അതീവ ഗൗരവമായി കാണുന്നു. സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെങ്കിലും രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പുതുവത്സര ദിനത്തിൽ രാജ്യത്ത് തീവ്രവാദി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് 37 പൈസയും ഡീസലിന് ലിറ്ററിന് 2 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത് 7ാം തവണയാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്നത്. ഇന്ത്യയിൽ ഇതിന് ആനുപാതികമായ കുറവ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വരുത്താൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ഉപഭോക്താക്കൾക്കിടത്തിയായി എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചത്. പെട്രോളിന് ലിറ്ററിന് 37 പൈസയും ഡീസലിന് 2 രൂപയും വർദ്ധിപ്പിച്ചു. ഇതുവഴി 1 ലിറ്റർ പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി മാത്രം 19 രൂപ 60 പൈസയാകും. ഡീസലിന് 1 ലിറ്ററിന് എക്സൈസ് ഡ്യൂട്ടിയായി മാത്രം 14 രൂപയും ഉപഭോക്താക്കൾ നൽകണം. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസൃതമായി ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാതിരിക്കാൻ എണ്ണ കമ്പനികൾക്ക് ഇതുവഴി കഴിയും. മോദി അധികാരത്തിലെത്തിയ ശേഷം നവംബർ 2014 മുതൽ ഇതുവരെ 7 തവണ ധനകാര്യ മന്ത്രാലയം എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. ഈ വർധനവിലൂടെ മാത്രം 2014-2015 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കേന്ദ്ര സർക്കാർ വാഹന ഉപഭോക്താക്കളുടെ കീശയിൽ നിന്നും ചോർത്തിയത് 33,042 കോടി രൂപ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ CPM ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പിണറായി വിജയൻ. RSS ആക്രമണ പ്രവർത്തനം തിരുത്തണമെന്നും പിണറായി വ്യക്തമാക്കി. വർഗീയത ഉയർത്തുന്ന ആപത്തിനെ നേരിടാൻ നല്ല മാർഗം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നായി നീങ്ങലാണ്. അത് ഭാവനയിൽ പറ്റും, പക്ഷേ യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവും അതിനില്ല. എന്തുകൊണ്ടില്ല? ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയവൽക്കരണത്തിന് സഹായകരമായ നടപടികളാണ്. നവോദാരവൽക്കരണത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, അതിലാർക്കും തർക്കമില്ല. രണ്ടു കൂട്ടരും ഒരേ നിലയാണ് എന്ന് നമുക്കറിയാം. ഞങ്ങൾ കാണുന്നത് വർഗീയതയെയും നവ ഉദാരവൽക്കരണത്തെയും ഒരേ ചേരിയിലിട്ട് ആക്രമിക്കണമെന്നാണ്. NSSന്റെ പ്രസ്താവന മതേതരത്വത്തിനുള്ള പിന്തുണയെന്ന് രമേശ് ചെന്നിത്തല. വിഭാഗീയത നാടിനെ നാശത്തിലേക്ക് നയിക്കുമെന്ന് കർദിനാൾ മാർ ക്ലിമ്മിസ് കത്തോലിക്ക ബാവ വ്യക്തമാക്കി. അതേസമയം NSSുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. NSSുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളതെന്നും കുമ്മനം പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ അന്യമതക്കാരെ ഇരുകയും നീട്ടി സ്വീകരിച്ച് സംരക്ഷിച്ചത് ഹൈന്ദവ സമൂഹമാണ്. അതിനുശേഷമാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്ന വാക്ക് എഴുതി ചേർത്തത്. ബഹുസ്വരതയാണ് നാടിന്റെ പാരമ്പര്യവും സംസ്കാരവും. ബഹുസ്വരതയെ അപകടപ്പെടുത്ത വിഭാഗീയതയെയും ഭാരതത്തിന്റെ ആത്മാവിനെ നുള്ളി നോവിക്കുന്ന സമീപനത്തോടും യോജിക്കാനാവില്ലെന്നും കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മസ് കത്തോലിക്ക ബാവ പറഞ്ഞു. ബഹുസ്വരത നമ്മുടെ നാടിന് അവകാശപ്പെടാൻ കഴിയുന്ന പൈതൃകമാണ്. ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്നത് വഴി നമ്മുടെ ദേശം അപകടത്തിലാകുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മതേതരത്തിനെതിരായി ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഒരു ശബ്ദത്തെയും അംഗീകരിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ കേരളീയ സമൂഹം 2 കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അന്യ സമുദായങ്ങൾക്ക് ക്ഷോഭകരമായി. മന്നൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയത്. ഈ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പെരുന്നയിലെത്തി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ തിരുത്തേണ്ടതുള്ളൂവെന്നും NSSനെ അനോരസപ്പെടുത്തിയ BJPയുടെ പ്രസ്താവനകൾ പരിശോധിക്കുമെന്നും കുമ്മനം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു എന്നല്ലേ. സംഘടനയുടെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ NSSന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വേദനിപ്പിക്കുന്ന രീതിയിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് NSSുമായി മികച്ച ബന്ധം രൂപപ്പെടുത്തണമെന്നുള്ള കേന്ദ്ര BJP നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുമ്മനത്തിന്റെ പെരുന്നാൾ സന്ദർശനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാറ ജോസഫ് ആം ആദ്മി പാർട്ടി കൺവീനർ സ്ഥാനം രാജിവെച്ചു. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്ന് സാറ ജോസഫ് പറഞ്ഞു. ഇതൊരു നോർമൽ ഒരു സംഗതി മാത്രമാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു രാജിയാണ്. കാരണം ഞങ്ങൾ മനോജ് കോ കൺവീനറും ഞാൻ കൺവീനറുമായിട്ട് ഞങ്ങളിത് ഏറ്റെടുത്ത 1 കൊല്ലം മുമ്പാണ്. ആ 1 കൊല്ലം മുമ്പ് ഏറ്റെടുത്ത പ്രക്രിയ മിഷൻ വിസ്താർ എന്ന് പറഞ്ഞ പ്രക്രിയ
അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ആം ആദ്മി പാർട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒക്ടോബറിലെ കാലാവധി പൂർത്തിയായപ്പോൾ ഞങ്ങൾ എഴുതി, നാഷണൽ കമ്മിറ്റിക്ക് എഴുതി, മിഷൻ വിസ്താറിൻ്റെ കാലാവധി പൂർത്തിയായിരിക്കുകയാണ്, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം, പാർട്ടി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ അനുവാദം തരണമെന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ അത് ഞങ്ങൾ ഒക്ടോബറിൽ തന്നെ അയച്ചിട്ടുണ്ട്, രാജി സമർപ്പിച്ചിട്ട്. ഒക്ടോബറിൽ എഴുതി കൊടുത്തിരുന്നു. പക്ഷേ രാജി സ്വീകരിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. അതാണ് രാജി വാർത്ത. അല്ലാണ്ട് പാർട്ടിക്കുള്ളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല ചെയ്തത്. എന്ന് തന്നെയല്ല, ഡൽഹിയിൽ അതിശക്തമായിട്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാം അത്തരത്തിലുള്ള പ്രവർത്തനം എന്നുള്ളത് വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. സോംനാഥ് ഭാരതി പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വന്നതാകാം, പക്ഷേ തങ്കു ബ്രദർ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം വരാൻ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ. സോംനാഥ് ഭാരതി ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് നയിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെ കാണാൻ വരുന്നു എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഫിഗർ, ഒരു പബ്ലിക് ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പാർട്ടിയുടെ ഉള്ളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഫെഫ്കയെ ഒഴിവാക്കി സിനിമാ നിർമ്മാണം ആരംഭിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 30% വേതന വർധനവെന്ന ഫെഫ്കയുടെ ആവശ്യം സിനിമാ രംഗത്തെ പ്രതിസന്ധി കടുപ്പിക്കുകയാണ്. നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം സമാന്തര കരാറിന് തൊഴിലാളികളുമായി നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഫെഫ്കയ്ക്ക് പുറത്തു നിൽക്കുന്നവരെയും ഫെഫ്കയിൽ തന്നെ അസംതൃപ്തിയുള്ളവരെയുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. പ്രതിസന്ധി പരിഹരിക്കാതെ ഫെഫ്കയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നും, മറിച്ച് ഏതെങ്കിലും നിർമ്മാതാക്കൾ ഫെഫ്കയുമായി സഹകരിച്ചാൽ അവരുമായോ അതിലെ താരങ്ങളുമായോ പിന്നീട് സഹകരിക്കില്ലെന്നും ഇവർ പറയുന്നു. എന്നാൽ ഫെഫ്കയുമായി ചർച്ചയുടെ തലം അവസാനിച്ചിട്ടില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനാ പ്രസിഡന്റ് സുരേഷ് കുമാർ നൽകിയ ഔദ്യോഗിക വിശദീകരണം. ഫെഫ്കയെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും സമാന്തര കരാർ എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും സംഘടനാ പ്രസിഡന്റ് വ്യക്തമാക്കി. വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോഴും ചർച്ചകൾക്ക് ഇതുവരെ ആരും മുൻകൈ എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ സ്റ്റഡീസ് സെന്റർ നടത്തുന്ന സംസ്ഥാനതല യോഗ പ്രദർശനം നാളെ വൈകുന്നേരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. മാനവ ഏകതാ മിഷൻ ആചാര്യൻ ശ്രീ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വർഗീയ ശക്തികൾ തെറ്റായി പ്രചരിപ്പിക്കുന്ന യോഗയെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ശ്രീ നാളെ 4 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം യോഗ പ്രചരിപ്പിക്കാനുള്ള CPIMന്റെ ഉദ്യമം പ്രശംസനീയമെന്ന് മാനവ ഏകതാ മിഷൻ ആചാര്യൻ ശ്രീ കണ്ണൂരിൽ CPIM നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമിയുടെ സംസ്ഥാന യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ പീപ്പിൾ TVയോട് പ്രതികരിക്കുകയായിരുന്നു. കൊച്ചിയിൽ 8 കോടിയുടെ വിദേശ സിഗരറ്റ് DRI പിടികൂടി. ബെഡ്ഷീറ്റ് എന്ന വ്യാജേന ചെന്നൈ സ്വദേശിക്കാണ് സിഗരറ്റ് കടത്തിയത്. വലാർപാടം ടെർമിനലിലാണ് ഒരു കണ്ടെയ്നർ സിഗരറ്റ് പിടികൂടിയത്. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് മെഗാ സമ്മാന പദ്ധതിയിൽ ചേളന്നൂർ സ്വദേശി അനിത വിജയിയായി. മെഗാ സമ്മാന വിജയിക്ക് സ്വിറ്റ്സർലൻഡ് യാത്രയ്ക്കുള്ള തുക കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് കൈമാറി. 3G മൊബൈൽ വേൾഡിന്റെ RP മാൾ ഷോറൂമിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ്. 3G മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ്, ഓപ്പറേഷൻസ് ജനറൽ മാനേജർ നദീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ശബരിമലയെ മാലിന്യവിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് 200ഓളം ടൺ മാലിന്യമാണ് സന്നിധാനത്ത് നിന്നും നീക്കം ചെയ്തത്. പോലീസ്, സേനാ വിഭാഗങ്ങളും ദേവസ്വം ജീവനക്കാരും സന്നദ്ധ സംഘടനകളുമാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശബരിമലയെ മാലിന്യ വിമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ 2011 ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, ദേവസ്വം ജീവനക്കാർ, അയ്യപ്പ സേവാ സംഘം തുടങ്ങിയവരുടെ കൂട്ടായ്മയാണ് പദ്ധതിയുടെ ഭാഗമായി ശബരിമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ വീതം പുണ്യം പൂങ്കാവനം പ്രവർത്തകർ സന്നിധാനവും പരിസരവും ശുചീകരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ മണ്ഡലകാലത്ത് 200ഓളം ടൺ ഖരമാലിന്യമാണ് സന്നിധാനത്തു നിന്നും നീക്കം ചെയ്തത്. തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന വിവിധ പൂജാ വസ്തുക്കളുടെ പാക്കറ്റുകളും ഒഴിഞ്ഞ കുടിവെള്ള കുപ്പികളുമാണ് സന്നിധാനത്തെ മാലിന്യങ്ങളിലേറെയും. ഇവയുടെ നിർമ്മാർജ്ജനമാണ് പ്രധാന വെല്ലുവിളിയെന്ന് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററായ DIG P. വിജയൻ IPS പറയുന്നു. ഇരുമുടിക്കെട്ടിനകത്ത് പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറയുന്ന അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുവരരുതെന്ന് പൂർണ്ണമായി നിർദ്ദേശിക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും തോൾ സഞ്ചിയിലൊക്കെ ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. പക്ഷെ ഇരുമുടിക്കെട്ടിന്റെ അകത്തുള്ളതാണ് നമ്മൾ ആചാരപരമായിട്ടൊന്നും ചെക്ക് ചെയ്യുന്നതിന് തടസ്സമുള്ളത്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.